ഭാരതത്തെ അട്ടിമറിക്കാനായി ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ചില ചാരന്മാർ പലയിടത്തായി പ്രവർത്തിക്കുന്നു. ഇങ്ങ് കേരളം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ വലിയൊരു ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ നടുക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതിൽ പാകിസ്ഥാൻ മാത്രമല്ല മുൻപന്തിയിലുള്ളത്. ഇതിനു മുന്നേ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളതാണ്. അമേരിക്കൻ ചാരന്മാരടക്കം കളത്തിലിറങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഇതിനു മുൻപ് സംഭവിച്ചത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ ജീവന് പോലും ആപത്താകുന്ന ഒരു സംഭവത്തെ സമയോചിതമായി ഇടപെട്ട് ഫലപ്രദമായി തകർത്തത് ഇന്ത്യൻ രഹസ്യാന്വേഷണ സേനയുടെ യശസ് ഉയർത്തിയ സംഭവമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു ചാര ശൃംഖലയെ തന്നെയാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒരേഴംഗ സംഘം ഇന്ത്യയിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ NIA കണ്ടെത്തി പൊക്കിയിരിക്കുന്നു. ഇതിനുശേഷം ഇന്നിപ്പോൾ UP-യിലാകട്ടെ 22 അംഗ സംഘം. എന്തിനാണ് അവർ നിരന്തരമായി ഇന്ത്യയെ ലാക്കാക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അമേരിക്കൻ ചാരനടക്കം 7 ഉക്രൈൻ പൗരന്മാരെ ആയിരുന്നു NIA നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പോലും ഭീഷണിയുണ്ടെന്ന വ്യക്തമായ സൂചന അത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 22 പേർ അറസ്റ്റിലായിട്ടുള്ള വൻ ചാര ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് ഉത്തർപ്രദേശ് പോലീസ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ ബന്ധമുള്ള സംഘത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ 22 പേർ പോലീസ് പിടിയിലായത്. അതിവിദഗ്ധമായി തന്നെയാണ് ഇത്രയും കാലം പോലീസിന്റെയും അധികാരികളുടെയും കണ്ണ് വെട്ടിച്ചിവർ ചാരപ്രവർത്തനം നടത്താനായി ഇന്ത്യയെ തിരഞ്ഞെടുത്തത്. പ്രായപൂർത്തിയാകാത്തവരടക്കം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ റിക്രൂട്ടിങ്ങും ഇവർ നടത്തിയിരുന്നു. പോലീസിന് ഒരു തരത്തിലും സംശയം കൊടുത്തിരുന്നില്ല. ശൃംഖലയുടെ സൂത്രധാരന തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. നൌഷാദ് അലി എന്ന വ്യക്തി ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് പഞ്ചർ ഒട്ടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തത്. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഈ കടയുടെ മറവിൽ ചാരപ്രവർത്തനവും. പഞ്ചർ ഒട്ടിപ്പാണ് ജോലിയെങ്കിൽ പോലും സാങ്കേതിക വിദ്യയിലടക്കം പ്രാവീണ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ. സമാനമായി തന്നെ സാങ്കേതിക വിദ്യയിൽ അറിവുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. മൊബൈൽ ഫോൺ റിപ്പയറിംഗ്, CCTV ഇൻസ്റ്റലേഷൻ തുടങ്ങിയവ അറിയാവുന്നവരെയാണ്, പ്രത്യേകിച്ച് ഈ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെയാണ് സംഘത്തിലേക്ക് കൂടുതൽ ചേർത്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ അടക്കം നന്നായി കൈകാര്യം ചെയ്യാനുള്ള അറിവും ഇവർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കിയിരുന്നു. ആദ്യം ലക്ഷ്യമിടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കളെ കണ്ടെത്തും. അവർക്ക് ആവശ്യത്തിനുള്ള പണം കൊടുക്കും, പ്രലോഭിച്ച് ഈ സംഘത്തിൽ ചേർക്കും. ഇവരെ അതിർത്തി കടന്നുള്ള ചാരപ്രവർത്തനത്തിനടക്കം ഉപയോഗിച്ചിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ സംഘത്തിൽ ഉള്ളത് കൊണ്ട് പോലീസിന് ആദ്യം സംശയം തോന്നിയിരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ, സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി തന്ത്രപ്രധാനമായ മേഖലകളുടെ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുക, വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുക, അത് മെസ്സേജിങ് ആപ്പുകളിലൂടെ ടെലഗ്രാം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെ അയക്കുന്ന ഓരോ ചിത്രത്തിനും ഓരോ വീഡിയോയ്ക്കും പറഞ്ഞുറപ്പിച്ച തുകയുണ്ടായിരുന്നു. ഈ പണം മോഹിച്ചു തന്നെയാണ് ഇവരൊക്കെ തന്നെ ഈ ചാരവലയത്തിൽ വന്ന് വീണത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി സംഘത്തിൽ ഉൾപ്പെട്ട സുഹൈൽ മാലിക്, സനൈറം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെയാണ് ഈ ചാരന്മാരെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മറ്റുള്ളവരെയും പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിഘടനവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അമേരിക്കൻ പൗരൻ മാത്യു വാൻഡക്കിനെയും 6 ഉക്രൈൻ പൗരന്മാരെയും മാർച്ച് 13-ന് NIA അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതുതന്നെയാണ് കാര്യത്തിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത്. അമേരിക്കൻ പൗരൻ അറസ്റ്റിലായത് കൊൽക്കത്ത വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു. മറ്റുള്ളവരിൽ 3 പേർ ഡൽഹിയിൽ നിന്നും 3 പേർ ലക്നൗ വിമാനത്താവളത്തിൽ നിന്നുമാണ് പിടിയിലായത്. മ്യാൻമറിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് പരിശീലനവും ആയുധങ്ങളും സംഘടിപ്പിച്ചു കൊടുത്ത ഗ്രൂപ്പാണെന്ന് FIR-ൽ NIA പറയുന്നു. ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. മണിപ്പൂരിൽ നടക്കുന്ന കലാപ ശ്രമങ്ങൾക്ക് പിന്നിൽ വിദേശ കരങ്ങളുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ സ്പോൺസേഡ് തീവ്രവാദ ശ്രമമായി തന്നെ മണിപ്പൂരിനെ നോക്കിക്കാണാം. കലാപകാരികളിൽ നിന്നും ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ഇതിന് തെളിവായി തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കലാപങ്ങൾ എങ്ങനെയും ആളിക്കത്തിക്കുക എന്നുള്ളതാണ് ഈ ഗൂഢസംഘത്തിന്റെ നീക്കങ്ങൾ. ഇവരെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മ്യാൻമറിൽ നിന്നും മിസോറാം വഴിയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത്. പിടിയിലായ അമേരിക്കൻ ചാരൻ ദീർഘകാലം ലെബനിലും മറ്റ് വിമത സംഘങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കൂലിപ്പടയാളിയാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2011-ലെ ആഭ്യന്തര യുദ്ധത്തിൽ കേണൽ ഗദ്ദാഫിയെ പുറത്താക്കിയതിനുള്ള പോരാട്ടത്തിലടക്കം ഇയാൾ പങ്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള അട്ടിമറികളിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ട്.
പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലെ പ്രധാനികളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള ഇയാളുടെ നേതൃത്വത്തിന്റെ വരവ്, ഉക്രൈൻ സംഘത്തിന്റെ ഈ കാലുകുത്തൽ ഒരുപാട് സംശയങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്. തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ തന്നെയാണ് ഇവർ വന്ന് ഇറങ്ങിയത്: ഡൽഹി, ലക്നൗ, കൊൽക്കത്ത. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യമേറെ വർദ്ധിക്കുന്നു. തീവ്രവാദികളുമായി ചേർന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്താനായിരുന്നോ ഇവർ പദ്ധതിയിട്ടത് എന്ന സംശയവും ഉയരുന്നുണ്ട്. റഷ്യയോട് കൂറു പുലർത്തുന്ന മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിമത സംഘങ്ങൾക്ക് ആയുധങ്ങളും ഡ്രോണുകളും നൽകുന്നതിന് പുറമെ അവ ഉപയോഗിക്കാനുള്ള പരിശീലനമടക്കം ഇവർ കൊടുത്തിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സംഘർഷങ്ങളിൽ ഇടപെട്ട് പ്രാദേശിക സൈന്യങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്ന സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ അമേരിക്കക്കാരൻ. യൂറോപ്പിൽ നിന്ന് ഡ്രോണുകൾ എത്തിച്ച് മ്യാൻമറിലെ ക്യാമ്പുകളിൽ ഡ്രോൺ അസംബ്ലിംഗ് നടത്തി ജാമിംഗ് സാങ്കേതിക വിദ്യയിൽ ഇവർ വിഘടനവാദികളെ പരിശീലിപ്പിച്ചിരുന്നുവെന്നാണ് NIA പറയുന്നത്. പാകിസ്ഥാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘങ്ങൾ ഇന്ത്യക്കുള്ളിലുമുണ്ട്. അടുത്തിടെ ചില ISI ചാരന്മാർ ഉത്തരേന്ത്യയിലെ ചില പട്ടണങ്ങളിൽ നിന്നും പിടിയിലായിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവരുടെ ഇന്ത്യയിലേക്കുള്ള വരവെന്തിന് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. വെറും ഒരു സന്ദർശനമായി അതിനെ ആരും കണക്കാക്കുന്നുമില്ല. ദേശീയ അന്വേഷണ ഏജൻസി സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുമായി ബന്ധമുള്ള 8 പേർ ഇനിയും പിടിയിലായിട്ടില്ല. അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കടന്നു കളഞ്ഞവർക്കായിട്ടുള്ള തിരച്ചിലും തുടർന്നു. ഇവർ ഇന്ത്യയിൽ ഏതെങ്കിലും നിരോധിത ഗ്രൂപ്പിന് ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനവും ആധുനിക ഡ്രോണുകളുടെ കൈമാറ്റവും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച ഇവരുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന ഉക്രൈൻ എംബസിയുടെ ആരോപണം ഒന്നും തന്നെ ഇപ്പോൾ കണക്കിലെടുക്കേണ്ടതില്ല എന്നുള്ളത് ആദ്യമേ പറയേണ്ടതാണ്.